കടലിലും കാട്ടിലും കോളിലും പെട്ട് കപ്പലിൽ യാത്ര ചെയ്തിരുന്നു അബൂജഹലും കൂട്ടരും. അവരെ പറ്റി അല്ല പറഞ്ഞത് കടലിൽ വെച്ച് മറ്റാരെങ്കിലും വിളിക്കാമോ എന്നുള്ളൊരു ചിന്ത പോലും അവർക്കുണ്ടായിട്ടില്ല. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ മറ്റാരെങ്കിലും വിളിക്കാമോ എന്നുള്ളൊരു ചിന്ത പോലും അവർക്കുണ്ടായിട്ടില്ല. ശരിക്കും ചിന്തിക്കണേ, ഇതൊരു അപാരമായ പോയിന്റാണ്. ശരിക്കും ഹൃദയത്തെ കുത്തിവെച്ചോളി. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ ശരിക്കും ചിന്തിക്കണേ, ഇതൊരു അപാരമായ പോയിന്റാണ്. ശരിക്കും ഹൃദയത്തെ കുത്തിവെച്ചോളി. എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അവിടെ ജിന്നുണ്ടാവൂലേ മരക്കുണ്ടാവൂലേ എന്ന് പോലും അബൂജഹൽ ചിന്തിച്ചില്ല. കടലിൽ വെച്ച് ജിന്നിനെ വിളിക്കാൻ ഓൻ തോന്നണോന് സാമ്പിൾ പറയാൻ, കടലിൽ വെച്ച് ജിന്നിനെ വിളിക്കാൻ ഓൻ തോന്നണോന് സാമ്പിൾ പറയാൻ. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. ഞാൻ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാൻ, നിങ്ങൾ നന്നായിക്കോളി, നിങ്ങൾ പഠിച്ചോളി. ഏറ്റവും ചുരുങ്ങിയ മലയാളക്കരയിൽ എഴുതിയ പൂർവികരുടെ ഒരു പുസ്തകമെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ വായിക്കും. എനിക്ക് ഉറപ്പാണ് നശിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് ഭയപ്പെടണം.